സത്യക്കും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും ഒരാപത്തും വരുത്തരുതേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച നാവുകൊണ്ട് ആ ഒരുമ്പെട്ടവളെ ശപിക്കുക ഞാൻ. അങ്ങനൊന്നും ചെയ്യരുത്. ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആയതിന് അവളെന്ത് പഴിച്ചു? അല്ലെങ്കിലും പ്രഗ്നൻസിയുടെ കാര്യത്തില് ഇതൊക്കെ സ്വാഭാവികമാണല്ലോ. സ്വാഭാവികമാണ്. അതൊരു കുഞ്ഞിന് വേണ്ടി ആശിക്കുന്നവരുടെ കാര്യത്തിൽ. സത്യയുടെ കാര്യത്തിൽ പക്ഷെ അങ്ങനെയല്ല. എന്നുവെച്ചാ അറിഞ്ഞുകൊണ്ട് തെറ്റുപറ്റുന്നതും അറിയാതെ പറ്റുന്നതും രണ്ടും രണ്ടാണ്. സത്യം മനഃപൂർവ്വം നിങ്ങളെ പോലും വിഡ്ഢിയാക്കിയതാ. എന്നെ വിഡ്ഢിയാക്കാൻ സത്യമോൾ അങ്ങനെ ഒരു കള്ളം പറയില്ല. സത്യമോള് രാധികേ, രാധിക എന്താ ഈ കാണിക്കുന്നേ? ഇനി അവൾക്ക് ഫ്രൂട്ട്സ് എന്നല്ല പച്ചവെള്ളം കൊടുക്കില്ല ഞാൻ. അവൾ ഇങ്ങനൊരു മണ്ടത്തരം കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. സത്യക്ക് എങ്ങനെ തോന്നി അങ്ങനെയൊക്കെ പറയാൻ? ഇനി ആ വീട്ടിലുള്ളവര് അവക്ക് എന്തെങ്കിലും വില കൊടുക്കൂ? അവൾ ഉണ്ടാക്കിയെടുത്ത സ്ഥാനം അവൾ തന്നെ കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞു. അവക്ക് വിശേഷം ഉണ്ടെന്നറിഞ്ഞപ്പോ ഞാൻ എത്രമാത്രം സന്തോഷിച്ചെന്നറിയോ? ഞാനും എല്ലാം ആ സുജിതയെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത്രേ. ആരെ തോൽപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും ഇതൊക്കെയാണോ കളവ് പറയ? മഹാപാപം എന്നല്ലാതെ ഇതിനൊക്കെ എന്താ പറയ? സുധിയുടെ അച്ഛൻ സത്യാവസ്ഥ അറിയുമ്പോ എന്തായിരിക്കും കരുതുക? എനിക്കത് ആലോചിക്കുമ്പോഴേ പേടിയാവുക. ഒരുപാട് മോഹിച്ചു പോയിട്ടുണ്ടാവും അദ്ദേഹം. സത്യാവസ്ഥ അറിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും അവിടുന്ന് ഓടി രക്ഷപ്പെടാനായി എനിക്ക് തോന്നിയത്. ദൈവദോഷം കാണിച്ചില്ലേ സത്യ? ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരികയെന്ന് ആർക്കറിയാം? ആ അച്ഛന്റെ കാൽക്കൽ വീണ് മാപ്പ് പറയട്ടെ അവള്, അല്ലാതെ എന്താ പറയാ? എത്രയും പെട്ടെന്ന് സത്യ ഗർഭിണിയാവണം. അതേ ഇനി വഴിയുള്ളൂ. അവൾ ഉണ്ടാക്കി വെച്ച എല്ലാ പാപവും കഴുകിക്കളയാൻ ആ വീട്ടിലൊരു കുഞ്ഞിക്കാല് ഓടി നടക്കണം. അതോടെ എല്ലാവരും ഇതൊക്കെ മറക്കും. അതുമാത്രമേ സത്യ ചെയ്ത ദോഷം മാറാൻ ഇനി വഴിയുള്ളൂ. മറ്റാര് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. അവരുടെ വാക്കുകളെല്ലാം സത്യയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് എനിക്കറിയാം.
മോളുടെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. കാരണം എനിക്ക് നിന്നെ അത്രയ്ക്ക് വിശ്വാസമാണ്. സത്യക്കളവ് പറയില്ല എന്ന വിശ്വാസം. പറ, അച്ഛൻ കേട്ടത് ശരിയാണോ? ഞങ്ങളെയെല്ലാം വിട്ടിയാക്കാൻ വേണ്ടി പ്രഗ്നന്റ് ആണെന്ന് നീ കളവ് പറഞ്ഞതാണോ? പറ മോളെ, എന്നോട് പറ. ഒരച്ഛന്റെ സ്ഥാനവും സ്നേഹവും ഞാൻ നിനക്ക് തരുന്നതിൽ കുറഞ്ഞു പോയിട്ടുണ്ടാവും. ഇല്ല, അതിലൊരു കുറവും അച്ഛൻ വരുത്തിയിട്ടില്ല. എന്നാൽ പറ, ഞാൻ ഈ കേട്ടതെല്ലാം സത്യമാണോ? മുത്തച്ഛനാവാനുള്ള എന്റെ കാത്തിരിപ്പ് വെറുതെയാണോ? അച്ഛാ, നിനക്കെന്നോട് എന്തും തുറന്നു പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഞാനത് പറയുന്നതോടെ ആ സ്വാതന്ത്ര്യം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം. പലപ്പോഴും അച്ഛനോട് സത്യം പറയണമെന്ന് കരുതിയത്. സുധി ഒരിക്കലത് പറയാനായി അച്ഛനെ വന്ന് കാണുകയും ചെയ്തു. പക്ഷെ അപ്പോ അച്ഛന്റെ സന്തോഷം ഇല്ലാതാവുന്നതോർത്ത് തിരിച്ചു പോരുകയാ ചെയ്തത്. അപ്പോ സോറി പറഞ്ഞാൽ തീരുന്ന തെറ്റായിരുന്നെങ്കിൽ അത് പറയായിരുന്നു. കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാലും ആ പാപക്കാരെ കഴുകിക്കളയാനാവില്ല എന്നറിയാം. മോളെ, മോളെ, എന്തിനു നീ ഇങ്ങനൊരു കളവ് പറഞ്ഞു എന്ന് അച്ഛൻ എന്നോട് ചോദിക്കരുത്. ഒന്നും വേണോന്ന് കരുതി ചെയ്തതല്ല. ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. എനിക്ക് മനസ്സിലാവും. സുജിതേച്ചി ഒന്ന് കളിപ്പിക്കണമെന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ. പക്ഷെ അത് ഇത്രയും വലിയൊരു അപരാധമായി മാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. സുധിയുടെ അമ്മ ഒരുപാട് മോഹിച്ചുപോയി. അവളോടെങ്കിലും സത്യം പറയായിരുന്നു. അവള് ഒരു പാവ. അവള് ഈ വീട്ടില് ഇനി ഒരിക്കലും എനിക്ക് സ്വസ്ഥത കിട്ടില്ലെന്നറിയാം. അത്രയ്ക്ക് വലിയ തെറ്റാ ഞാൻ എല്ലാവരോടും ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാച്ചാ. പോവാനോ? അതാ നല്ലത്. അപ്പൊ സുധിയോ? എന്റെ മുമ്പിൽ വേറെ വഴിയില്ല. കൊലക്കുറ്റം അർഹിക്കുന്ന തെറ്റൊന്നും അല്ലല്ലോ നീ ചെയ്തത്. മാപ്പർഹിക്കാത്ത തെറ്റുമല്ല. അതൊന്നും വേണ്ട. യാത്ര പറച്ചലിന്റെ ഒന്നും ആവശ്യമില്ല. നിനക്കൊരു അബദ്ധം പറ്റി, അത്രയല്ലേ നടന്നിട്ടുള്ളൂ. അബദ്ധം പറ്റാത്ത ആരുണ്ട് ഈ ലോകത്ത്? അതുകൊണ്ട് വേണ്ടാത്ത വിചാരങ്ങളൊന്നും വേണ്ട. ചെല്ല്, അകത്തേക്ക് ചെല്ല്. എന്നിട്ട് സുധിയോട് പറ, അച്ഛന് ദേഷ്യമൊന്നുമില്ല, എല്ലാം ഒരു തമാശയായിട്ട് അച്ഛൻ കണ്ടിട്ടുള്ളൂ എന്ന്.
സത്യം അറിയുമ്പോ അച്ഛനും നെഞ്ച് വേദനിച്ച് പ്രശ്നമായാലോ എന്ന് കരുതി കാണും സുധി. അതുകൊണ്ടാവും അവൻ സത്യം പറയാൻ വന്നിട്ടും അത് പറയാതെ തിരിച്ചു പോയത്. അച്ഛന് പ്രശ്നമൊന്നുമില്ല. മോൾ അവനെ ചെന്ന് സമാധാനിപ്പിക്കേ. ഞാൻ അവനെ കണ്ടാ കരഞ്ഞു പോകും. അല്ലെങ്കിൽ ഞാൻ തന്നെ ചെന്ന് പറയുമായിരുന്നു അവനോട്. മുത്തച്ഛനും മുത്തശ്ശിയാവാനും നിങ്ങളുടെ കുഞ്ഞിനെ ലാളിക്കാനും എല്ലാം ഒരുപാട് മോഹിച്ചു പോയിട്ടുണ്ട്. ആ മോഹം ഉടനെ തന്നെ സാധിച്ചു തരണമെന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറ. ചെല്ലുമോളെ. പിള്ളേരുടെ ഒരു കാര്യം. ഡിസ്ചാർജ് ആയി വന്നിട്ടുണ്ട്. ഇവിടെ വർക്ക്ഷോപ്പ് ഇരിപ്പുണ്ട്. എന്താ പരിപാടി എന്നറിയത്തില്ല. ആളിപ്പോ നല്ല ശാന്തന. അതെ പപ്പഞ്ചേട്ടാ, ചായ. ഞാൻ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവിടാം. ഡിസ്ചാർജ് ആയെങ്കിലും റെസ്റ്റ് എടുക്കണം. വേണ്ട, ഇപ്പോഴൊന്നും പോകുന്നില്ല വീട്ടിലേക്ക്. എനിക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ട്. ഇനി കുറച്ച് ദിവസം വീട്ടിലെ റെസ്റ്റ് എടുക്കാൻ ഒപ്പേട്ടാ. ഓ, റെസ്റ്റൊക്കെ മതിയടാ. കുത്തിയ ആളിനെ അറിയില്ലെന്ന് പപ്പേട്ടൻ കളവ് പറഞ്ഞല്ലേ? അയാളോട് പ്രതികാരം ചെയ്യാനുള്ള പരിപാടിയാണല്ലേ? ആളെ അറിയുമായിരുന്നെങ്കിൽ ഞാൻ പോലീസിൽ കേസ് കൊടുക്കില്ലായിരുന്നു. എന്തായാലും ഇനി അയാളുടെ കണ്ണിപ്പെടാൻ നോക്കിക്കോ. അതെ, കുത്തിന്റെ ആഴം വെച്ച് നോക്കുമ്പോ കൊല്ലാനായിരുന്നു ഉദ്ദേശം എന്ന് ഉറപ്പാണ്. എന്നാലും ഒരു കാരണവുമില്ലാതെ ഒരാളെ ഇങ്ങനെ കുത്തോ? എടാ, വലിയ വലിയ ആളുകളാവുമ്പോ ഇതൊക്കെ സാധാരണയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഈ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. ഇങ്ങനെ ചവാത്തതിലാ എനിക്ക് വിഷമം. വല്ലാത്തൊരു ആയുസാ പപ്പേട്ടൻ്റെത് എന്ന് പറയായിരുന്നു. പപ്പേട്ടൻ്റെത് വല്ലാത്ത ആയുസ് തന്നെയാ. നീ നിന്റെ ആയുസ് കുറയാതെ നോക്കിക്കോ. എന്റെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം നിന്നോട് സൂക്ഷിച്ചോളാൻ എന്ന് വെച്ചാ അധികം കളിച്ചാൽ നിന്നെ അയാൾ തട്ടുവന്നു. അവനൊന്ന് രക്ഷപ്പെടാൻ പാടില്ല, അവനൊന്ന് രക്ഷിക്കാനും പാടില്ല. ഈശ്വര, ഭഗവാനെ, പടച്ചവനെ, പപ്പനെ കുത്തിവൻ ആരായാലും അവ ഇനിയും വന്ന് പപ്പനെ കുത്തി കൊല്ലണേ. ആമേൻ. പപ്പേട്ടൻ അയ്യോ, പോടാ അവിടുന്ന്, മനുഷ്യനെ പഠിപ്പിക്കാതെ. സത്യം മാത്രം പറയാൻ വേണ്ടിയിട്ടാണത്രേ അവളുടെ അച്ഛൻ അവൾക്ക് സത്യാന്ന് പേരിട്ടത്. എന്നിട്ടിപ്പ എന്തായി? അവളിപ്പ കള്ളം മാത്രം പറയുന്നവളാ. ആ സ്ഥിതിക്ക് സത്യ എന്നുള്ള പേര് മാറ്റി കള്ളിയെന്നെങ്ങാനും ആക്കാൻ പറയണം. അവളോടുള്ള ദേഷ്യം ഇങ്ങനെ പറഞ്ഞു തീർത്തിട്ട് കാര്യമില്ല മോളെ. നിലനിൽക്കാൻ പാടില്ലാത്തതിനെ വെട്ടി നിർത്തണം. അതിന് കഴിയാത്തതാണെങ്കിൽ നാട് കടത്തുകയെങ്കിലും വേണം. എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് ഓടിക്കണം. അതിനെന്താ വഴിയെന്ന് ആലോചിക്കും. ഇനി അധികം ആലോചിക്കാനൊന്നുമില്ല. അച്ഛന്റെയും അമ്മയുടെയും വലിയ പ്രതീക്ഷയാ സത്യ തല്ലി തകർത്തത്. എന്നിട്ടിപ്പോഴും അച്ഛൻ സത്യയുടെ ഭാഗത്താണല്ലോ. അതൊക്കെ സാവകാശം മാറിക്കോളും.
സുധി പോലും ഇപ്പൊ സത്യയുടെ ഭാഗത്തൊന്നും അല്ല. എന്നാര് പറഞ്ഞു? അവന് നല്ല മാറ്റമുണ്ട് സതീഷേട്ടാ. നീ നിന്റെ ആ ഗൈനക്കോളജിനെ ഒന്നുകൂടെ വിളിക്കണം. അതെന്തിനാ? സത്യയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് ആ ഡോക്ടറെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കണം. അത് കൊള്ളാലോ. നീ പറഞ്ഞ ആ ഡോക്ടർ എന്തും ചെയ്യുന്നല്ലോ പറഞ്ഞു. ചെയ്യും. അവർക്ക് കാശ് എത്ര വേണമെങ്കിലും കൊടുക്കാം. സത്യയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അച്ഛനും അമ്മയും അത് വിശ്വസിക്കണമെന്നില്ല. ചിലപ്പോൾ അവർ മറ്റേതെങ്കിലും ഡോക്ടറെ പോയി കണ്ടെന്നും വരാം. അതിനു മുന്നേ നമുക്ക് ഡോക്ടറെ വരുത്താം. സത്യ പ്രസവിക്കില്ല എന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞ അച്ഛൻ അവളോടുള്ള താല്പര്യം കുറയും. കുറയണം. സത്യ ഒഴിവാക്കാൻ സുധിയോട് പറയുന്നത് അച്ഛനായിരിക്കണം. അച്ഛൻ പറഞ്ഞ അക്ഷരം പ്രതി സുധി അനുസരിക്കും. കോളനിയിൽ നിന്ന് വന്നവൾ കോളനിയിലേക്ക് തന്നെ തിരിച്ചു പോട്ടെ. കോളനിയിലേക്ക് തന്നെ അവളെ തിരിച്ചയച്ചിരിക്കും ഞാൻ. സത്യ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ? തൽക്കാലത്തേക്ക് സുജിതേച്ചിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുക. അത്ര ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷെ അത് ഇത്രയും വലിയൊരു പൊല്ലാപ്പായി മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാലും ഇങ്ങനൊരു കളവ് അത് കുറച്ച് കടന്ന കൈയായി പോയി സത്യ. നിങ്ങളും എന്നെ കുറ്റപ്പെടുത്തുകയാണോ? സത്യക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഞങ്ങളും കുറച്ച് സന്തോഷിച്ചതാണ്. ആശുപത്രിയില് ലഡു വിതരണം വരെ നടത്തി. എല്ലാം എന്റെ തെറ്റ. ഞാൻ വിക്രമനെ വിവാഹം കഴിച്ചതാ ഏറ്റവും വലിയ തെറ്റ്. അത് പാടില്ലായിരുന്നു. ഏയ്, അങ്ങനൊന്നും പറയാ സത്യ. എനിക്കറിയാം എല്ലാവർക്കും ഞാൻ വേണ്ടാത്തവളാണെന്ന്. എന്തൊക്കെയാ സത്യ ഈ പറയുന്നത്? ആർക്ക് വേണ്ടെങ്കിലും ഞങ്ങൾക്ക് സത്യയെ വേണം. എല്ലാം നിന്റെ തോന്നലാണ് സത്യ. വിക്രമന് നിന്നെ വലിയ ഇഷ്ടമാ. ഇഷ്ടമായിരിക്കും, പക്ഷെ ആ ഇഷ്ടത്തെ ഇല്ലാതാക്കുന്നത് അത് ഞാൻ തന്നെയാ. എന്റെ പ്രവൃത്തികൾ, ജീവിക്കാൻ വേണ്ടി എടുത്ത വേഷം, ആണുങ്ങൾ ചെയ്യുന്ന ജോലി ആയതുകൊണ്ടാവും എല്ലാവർക്കും പരിഹാസം. അതൊക്കെ അസൂയ കൊണ്ട് പരിഹസിക്കുന്നയാവും. സത്യ പോലെ ആവണമെന്നാ പല പെൺകുട്ടികളോടും അവരുടെ വീട്ടുകാർ പറയുന്നത്. നീ ഇങ്ങനെ സങ്കടപ്പെട്ട ഞങ്ങൾക്കും വിഷമാവും. ഞാൻ പോട്ടെ.
അവിടെ ആ വലിയ വീട്ടില് എനിക്കൊന്ന് പൊട്ടിക്കരയാൻ കൂടി സ്ഥലമില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നത്. സത്യ, ഹേയ്, ഇപ്പൊ എനിക്ക് സങ്കടമൊന്നുമില്ല. നിങ്ങളോട് സംസാരിച്ചപ്പോ ആശ്വാസമായി. പോട്ടടാ. ശരി, പോയിട്ട് വരാം. മതി, ഇനി റൂമിലേക്ക് പോകാം. സാറ് വന്നു കണ്ടാൽ എന്നെ വഴക്കു പറയും. വാ, റൂമിലോട്ട് പോവാം. എന്താ പറഞ്ഞാ കേൾക്കാത്തത്? ഇങ്ങനെയാണെങ്കിൽ ഇനി നിന്നെ ഞാൻ പുറത്തേക്കൊന്നും കൊണ്ടുവരില്ല. വാ. അയ്യോ സാർ. ഇതെന്താ പുറത്ത്? ഡോക്ടർ പറഞ്ഞിരുന്നു ദിവസവും നടത്തിക്കണമെന്ന്. ഓക്കെ ഓക്കെ. ദിവ്യക്കിപ്പോ നല്ല മാറ്റം ഉണ്ടല്ലേ? അതെ സർ. ആ, സിസ്റ്റർ അകത്തോട്ടേ അല്ലേ? ഞാൻ നോക്കിക്കോളാം. ശരി സർ. നിനക്ക് നിന്റെ ഭർത്താവിനെ കാണണ്ടേ? ഭർത്താവല്ലല്ലോ, അനിയത്തിയുടെ ഭർത്താവല്ലേ? അവനെ കാണണ്ടേ നിനക്ക്? സുധി എന്തിനു നിന്നെ വഞ്ചിച്ചു എന്നറിയണ്ടേ? നിന്റെ അനുജത്തി ആളൊരു കേമിയാ. കൂടപ്പിറപ്പാണ്, ചേച്ചിയാണ് എന്നുള്ള ചിന്തയൊന്നും അവൾക്കില്ല. മഹാഭാരത കഥയിൽ കർണനെ അർജുനൻ കൊല്ലുന്നത് എപ്പോഴാണെന്നറിയോ ദിവ്യയ്ക്ക്? തന്റെ രഥചക്രം മണ്ണിൽ ആഴ്ന്നു പോയപ്പോ കർണൻ അത് പിടിച്ചുയർത്താൻ നോക്കിയ സമയത്ത്. അപ്പോഴല്ലാതെ കർണനെ വധിക്കാൻ അർജുനാകുമായിരുന്നില്ല. കർണന്റെ അതേ അവസ്ഥ തന്നെയാണ് ദിവ്യയുടെയും. കിട്ടിയ അവസരം സത്യ നന്നായി ഉപയോഗിച്ചു. സ്വന്തം സഹോദരനാണ് കർണൻ എന്നറിയാതെയാണ് അർജുനൻ കർണന് നേരെ അസ്ത്രം അയച്ചതെങ്കിൽ ഒരമ്മ പെറ്റ മക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സത്യ ദിവ്യയെ തകർത്തത്. അവളെ വെറുതെ വിടരുത്. ഇപ്പൊ തന്നെ അരമണിക്കൂറിലധികമായി. ഓക്കെ ദിവ്യ, അകത്തേക്ക് പോക്കോളൂ. അമ്മേ,
ദേ പപ്പൻ വന്ന് നിൽക്കുന്നു. ചത്തോന്നറിയാനെങ്കിലും തള്ള വരുമെന്ന് വിചാരിച്ചു. അതുണ്ടായില്ല. ഏട്ടത്തിങ്ങെങ്കിലും എന്നോട് അല്പം സ്നേഹമുണ്ടെന്നായിരുന്നു പപ്പന്റെ തോന്നല്. അതും വെറുതെ. ഞങ്ങള് വരാനിരുന്നതാ പപ്പ. എന്നിട്ട് എന്തായി? ചാകൂന്ന് ഉറപ്പായതുകൊണ്ട് യാത്ര ക്യാൻസൽ ചെയ്തോ? അതോ ഈ തള്ള പറഞ്ഞോ കുത്തേറ്റവും പെടഞ്ഞ് ചാവട്ടെന്ന്? കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ആര്? സത്യയും ആ വർക്ക്ഷോപ്പിലെ കുരുവി. ആ കുരുവിയും മരുന്നൊക്കെ അങ്ങനെ പലതും പറയും. പണ്ടത്തിൽ 5 ഇഞ്ച് ആഴത്തിലാ കത്തി ഇറങ്ങി താണത്. അയ്യോ, അത്ര സീരിയസ് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അറിയില്ല, ആരും അറിയാൻ പാടില്ല. കുത്തുകിട്ടിയത് പപ്പനല്ലേ. ആ വേദന ഞാനങ്ങ് അനുഭവിച്ചു. പക്ഷേ കുത്തിയവനെ ചുമ്മാ അങ്ങ് വിട്ടുകളയാൻ പറ്റില്ലല്ലോ. സമയം വേണം. ഏതായാലും ആശുപത്രിയിൽ ബന്ധുമിത്രാദികൾ ആരും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെപ്പോലെ ആരും തന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല. നിന്റെ ഭാര്യ വന്നില്ലേ വിവരം അറിഞ്ഞ? അവളെ ഒന്നും അറിയിച്ചിട്ടില്ല. ആരാ പപ്പനോട് ഇത് ചെയ്തത്? ചെയ്താരാണെന്ന് പപ്പൻ അറിയാം. പപ്പന് മാത്രമേ അറിയൂ. അവനെ എന്റെ കയ്യിൽ കിട്ടും. അന്നവന്റെ അവസാനമായിരിക്കും. എന്റെ മുമ്പിൽ വന്ന് ചാടിയ കുത്തി മലത്ത് ഞാൻ ആ പന്നിയെ. ഇങ്ങനെ താന്തോന്നിത്തരം നടത്തി ജീവിക്കുന്നവരുടെ എല്ലാം ഗതി ഇത് തന്നെയാവും. ഏത് തന്നെ? കണ്ടവന്റെ കുത്തുകൊണ്ട് ചാവുക തന്നെ. പപ്പൻ കുത്തുകൊണ്ട് എന്തിനാണെന്ന് അറിയോ തള്ളയ്ക്ക്? ആരാ പപ്പനെ കുത്തി? നീ പറയാതെ അതൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ പപ്പ? ഞാൻ പറയും. പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവനെ ഒന്ന് കാണണം. അതാരായാലും പപ്പൻ ഇനി അയാളോട് വഴക്കിനൊന്നും പോവണ്ട. വഴക്കിന് ഞാൻ പോവില്ല. പപ്പൻ ഇനി അവനെ കാണുന്ന ദിവസം അവന്റെ ഉമ്മറക്കോലായിൽ കുന്തിരിക്കാൻ പോകുകയും. വേണ്ട പപ്പ, എന്തിനാ വെറുതെ? പപ്പൻ പറ്റുമെങ്കിൽ പോലീസിൽ ഒരു കേസ് കൊടുക്ക. എന്തിന്? അവര് ശിക്ഷിക്കട്ടെ. അവര് ശിക്ഷിക്കും. മൃഷ്ടാന്നം ഭക്ഷണം കൊടുത്ത് തടിച്ച് കൊഴുപ്പിച്ച് ഒരു കൊലപാതകത്തിനോട് തയ്യാറാക്കി അവനെ പിന്നെയും പുറത്തിറക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ കാലത്ത് കൊലപാതകം ചെയ്താലും ജയിൽവാസം കിട്ടിയ ഭാഗ്യം പോലെയാ. എന്താ അവിടുത്തെ സൗകര്യങ്ങള്? ആകെ പോടെ. പപ്പൻ തെമ്മാടിയാ. കത്തിക്കുത്തും കഞ്ചാവ് ഉൽപ്പന്നമായിട്ട് നടക്കുന്നവനാ. എന്താ നിങ്ങളുടെ പുതിയ മരുമകന്റെ വിശേഷം? സുധിയുടെയോ? അതല്ല, അവൻ പഴയതായില്ലേ. ദിവ്യയുടെ ചെറുക്കന്റെ വിശേഷമാ ചോദിച്ചത്. അവൻ പിന്നെ ഇവിടെ വന്നിരുന്നോ? ഇല്ല. അവൻ നമ്മളെ വിഡ്ഢികളാക്കിയതാ പപ്പ. നമ്മളെയല്ല, നിങ്ങളെ. എന്നെയും കൂടി ചേർത്തുള്ള ബഹുവചനം വേണ്ട. പപ്പനെ വിഡ്ഢിയാക്കാൻ അവനെന്നല്ല, അവനെ ജനിപ്പിച്ചവനെ കൊണ്ട് പോലും പറ്റില്ല. സത്യവനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അവനെ കുറിച്ച് അന്വേഷിച്ചാലേ അവനെ മാത്രമേ കാണത്തുള്ളൂ. ഒപ്പം അവളുണ്ടാവില്ല. നിങ്ങളുടെ പുന്നാര മോള് ദിവ്യ. എന്താ? അവൾ ഒളിച്ചോടിവന്റെ കൂടെ അവളില്ലാന്ന്. ഒന്ന് തെളിച്ചു പറ പപ്പ. രാഹുലിന്റെ കൂടെ ദിവ്യ ഇല്ലാന്ന്. എന്ന് നിന്നോടാര് പറഞ്ഞു? ആരും പറഞ്ഞല്ല, എന്റെ തോന്നല. അത് നിനക്ക് വെറുതെ തോന്നുന്നതാ. എന്റെ തോന്നലൊന്നും തെറ്റാറില്ല. എനിക്കാകെ പേടിയാകുന്നു പപ്പ. അതിപ്പോ പേടിച്ചിട്ട് കാര്യമില്ല. പെമ്പിള്ളേരെ അടക്കത്തോടെ വളർത്താത്തതിന്റെ കുഴപ്പം. പണം കായ്ക്കുന്ന മരം കാണുമ്പോഴേക്കും അതിലേക്ക് അള്ളിപ്പിടിച്ച് കയറ്റാനല്ല മക്കളെ പഠിപ്പിക്കേണ്ടത്. പപ്പ എന്നെ വിളിച്ച് കയറ്റത്തെ കാര്യമില്ല. എന്തായാലും ഞാൻ അവറ്റുള്ള കൊച്ചനായി പോയില്ലേ. അതിന്റെ ഉത്തരവാദിത്വം ഞാൻ കാണിച്ചല്ലേ പറ്റൂ. പപ്പ, മുറിവിന് വേദനയൊന്നുമില്ലല്ലോ? അത്രയെങ്കിലും ചോദിച്ചല്ലോ. സ്റ്റിച്ച് എടുത്തോ പപ്പ? ബോണസ് ചോദ്യം. എന്റെ തള്ളയ്ക്ക് അതിനെപ്പറ്റി ഒന്നും അറിയണമെങ്കിലും ഏട്ടത്തെങ്കിലും ചോദിച്ചല്ലോ. പപ്പന് മുറിവ് പറ്റിയത് പള്ളയ്ക്കല്ല, മനസ്സിനാ. അതുണങ്ങാനും സ്റ്റിച്ചെടുക്കാനും കുറച്ച് സമയം പിടിക്കും.
ഹായ് സത്യ. വേഗം പൊയ്ക്കോ, ഇനി അധികം ഇവിടെ നിൽക്കണ്ട. നമ്മളൊന്നും സംസാരിച്ചില്ലല്ലോ. സംസാരമൊക്കെ പിന്നെ, വേഗം പോവാൻ നോക്ക്. എന്തിനാ ഓടിച്ചുവിടുന്നത്? കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല, വേഗം ഇറങ്ങിക്കോ. ശരിയെന്നാ. എന്തു പറ്റി? ഭയങ്കര തലവേദന. എവിടെ നോക്കട്ടെ, ഞാൻ ബാം പുരട്ടിത്തരാം. ഇത് കുടിക്കും. കുറച്ചു കഴിഞ്ഞ് ഞാൻ ചുക്ക് കാപ്പി ഉണ്ടാക്കി തരാം. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതിപ്പോ മാറും. സാരമില്ല, ഈ തലവേദനയ്ക്ക് ഒരു ചുക്ക് കാപ്പി നിർബന്ധം. കുടിക്കും. എന്താ ഈ കാണിക്കുന്നത്? ഈ ഷൂസ് ഞാനൊന്ന് അഴിച്ചു മാറ്റട്ടെ. വേണ്ട, അവിടെ അടങ്ങിയിരിക്കും. ഞാൻ ചെയ്തോളാം. നല്ല ക്ഷീണം ഉണ്ടെന്ന് ഞാൻ ചെയ്തോളാം. അത് കുടിക്ക്, ക്ഷീണം മാറട്ടെ. നല്ലതുപോലെ ഒന്ന് ആവി പിടിച്ച ഈ തലവേദനയൊക്കെ പമ്പ കിടക്കും. ഞാൻ ചൂടുവെള്ളം എടുത്തിട്ട് വരാം. ഇപ്പൊ വേണ്ട. കൈവിട് വിക്രമ, ഞാനിപ്പോ വരാം. ഈ കേസിൽ ഞാൻ മാത്രമാണ് കുറ്റക്കാരി. സുധിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ബിസിനസ്സിൽ എന്റെ ഭർത്താവായ സുധി എന്ന സുധീപ് നമ്പർ 1 ആണ്. അങ്ങനെയുള്ള എന്റെ ഭർത്താവ് എന്തിനെ കൊണ്ട് നിങ്ങളുടെ കാറിലെ പേപ്പറുകൾ കട്ടെടുപ്പിക്കണം? സത്യ കുറ്റം സമ്മതിച്ച ആളാണ്, അത് മറക്കരുത്. അത് എന്റെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് തടയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടാണ്.
പുട്ടുകുടം? സ്റ്റീമർ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. വാ സുധ, എവിടെ ഇരുന്നേ? ഇരിക്കുന്നേ. നന്നായിട്ട് ആവി എടുത്തേ. നന്നായിട്ട് വലിക്കും. பார்த்தால் புது வெட்கம் வருதே, ஐயையோ எனக்குள் முதலச்சம் வருதே. ஹே உன்னை பார்த்தால் புது வெட்கம் வருதே, ஐயையோ எனக்குள் முதலச்சம் வருதே. ഏട്ടാ, സുധി വന്നിട്ടുണ്ട്. ഏട്ടൻ കണ്ടായിരുന്നോ? ഇല്ല, കാണാം. കാണുമ്പോ അവന്റെ മനസ്സിന് ഇളക്കം തട്ടുന്ന രീതിയിൽ വേണം സംസാരിക്കാൻ. സത്യ ഡിവോഴ്സ് ചെയ്യിപ്പിക്കണം അല്ലേ? എന്നിട്ട് അവനെ കൊണ്ട് മറ്റൊരു വിവാഹം ചെയ്യിപ്പിക്കണം. അവനിനി മറ്റൊരു വിവാഹത്തിന് യോഗമില്ലെന്നല്ലേ ആ തിരുമേനി പറഞ്ഞത്? ഏട്ടനും ആ തിരുമേനി പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ? സുധിയും സത്യയും തമ്മിൽ 10-ൽ 10 പൊരുത്തമാണെന്ന് ആ തിരുമേനി പറഞ്ഞിട്ട് ഒരു ദിവസം പോലും അവരൊത്തൊരുമയോടെ കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അതൊന്നും പറഞ്ഞാ നമ്മുടെ അച്ഛൻ സമ്മതിച്ചു തരില്ലല്ലോ. സുധിക്ക് വേറെ വിവാഹയോഗം ഉണ്ടോന്നല്ല, അവൻ വിവാഹത്തിന് തയ്യാറാവുമെന്നേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. അതവനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ ഒരു രണ്ടാം വിവാഹക്കാരനെ സ്വീകരിക്കാൻ ഏത് പെണ്ണ് തയ്യാറാവും? സുധിയെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണെങ്കിൽ അവന്റെ എല്ലാ കുറവുകളും അംഗീകരിച്ചുകൊണ്ട് അവന്റെ കൂടെ വരാൻ ഒരാള് തയ്യാറാവൂ ഏട്ടാ. അതാരാ? പൂജ, ബൈജുവേട്ടന്റെ സിസ്റ്റർ. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പൂജ ഇവിടെ എത്തിക്കണം. പൂജ ഇവിടെ ഉണ്ടെങ്കിൽ സത്യ ഓടിക്കാൻ എളുപ്പമാണ്. ഞാൻ വരാൻ പറയാം. നീ ആ ഡോക്ടർ സുനേനെ വിളിച്ചോ? അയ്യോ, ഞാനൊന്ന് മറന്നു. ഇപ്പൊ തന്നെ വിളിക്കാം. അയ്യോ, അവൾ ഔട്ട് ഓഫ് റേഞ്ച് ആണല്ലോ. പൂജയും ഡോക്ടറെയും വൈകാതെ ഇവിടെ എത്തിക്കണം. അക്കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു. പൂജ ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. വിളിക്കാം. തിരുമേനിയാണല്ലോ. നമസ്കാരം തിരുമേനി. ഞാൻ തിരുമേനി അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇല്ല, അതിനെന്താ, തിരുമേനി പറഞ്ഞാ മതി, ഞങ്ങൾ വരാം. ആയിക്കോട്ടെ, ശരി ശരി, വിശദമായിട്ട് അവിടെ വന്ന് പറയാം. തിരുമേനി ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ, അപ്പോ അതേ ഇങ്ങോട്ട് വിളിക്കുന്നു. തിരുമേനി പറഞ്ഞതുപോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ നടന്നത്.
എന്താണ് കുഴപ്പമെന്ന് അറിയണം. സത്യയും സുധിയും തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ അതിന് പ്രതിവിധിയും കാണുമായിരിക്കും. അതിനു മുൻപേ സത്യ ഒരു ഡോക്ടറെ കാണിക്കണം. അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയണല്ലോ. അവൾക്ക് എന്ത് കുഴപ്പം? അവൾക്ക് കുഴപ്പങ്ങളേ ഉള്ളൂ. നീ എന്തായി പറയുന്നത്? അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അങ്ങനെ വല്ല സംശയം ഉണ്ടെങ്കിൽ സത്യം മാത്രമല്ല, അവര് രണ്ടുപേരും പോയി ഡോക്ടറെ കാണട്ടെ. അതല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ പോയി കാണട്ടെ. എന്റെ മകന് ഭ്രാന്തൊന്നുമില്ല. ഭ്രാന്തിന് മാത്രമല്ല സൈക്യാട്രിസ്റ്റിനെ കാണുന്നത്. സത്യയും സുധിയും തമ്മിൽ മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കട്ടെ. അവരെ രണ്ടുപേരെയും നല്ലൊരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടണം. ആരുടെ അടുത്ത് പറഞ്ഞയച്ചാലും സത്യയും സുധിയും ഒരുമിച്ചൊരു കുടുംബജീവിതം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആശിച്ചതും സ്വപ്നം കണ്ടതും ഒക്കെ വെറുതെ. നീ വിഷമിക്കാതിരിക്കുക. കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതും ഉണ്ടാവാത്തതും ഒക്കെ ദൈവം നിശ്ചയിച്ചതാണ്. സത്യ സന്താന സൗഭാഗ്യമില്ലാത്തവളാണെന്ന് തള്ളി പറയാൻ വരട്ടെ. അവരുടെ വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ. നമുക്ക് കാത്തിരിക്കാം. കാത്തിരിക്കാമായിരുന്നു, അവൾ ഒരു ഭാര്യയെ പോലെ അവനോട് പെരുമാറിയിരുന്നെങ്കിൽ. വീട്ടുകാരുടെ മുമ്പിൽ അഭിനയിച്ച് എനിക്കിപ്പോ ജീവിതം ഏതാ അഭിനയം ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പാവത്തിലായി. എന്റെ സ്ഥിതിയും മറിച്ചല്ല. അഭിനയം എനിക്കും മടുത്തു. അഭിനയം മടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ. ആര്? ഞാനോ? അങ്ങനെ ഞാൻ പറയൂ സുധി? ഞാൻ ബൈജുവേട്ടന്റെ സുജിതേച്ചിയുടെ കാര്യമാണ് പറഞ്ഞത്. അകത്തും പുറത്തും രണ്ട് രീതിയിലുള്ള ജീവിതം. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.